ഹായ് മക്കളെ, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിടിച്ചോ. ഈ ചാപ്റ്ററിലെ നോട്ട് കിട്ടാൻ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പ്ലേ സ്റ്റോറിൽ CM അക്കാഡമി എന്ന് സെർച്ച് ചെയ്യുക. അതിലെ ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് നിന്ന് നോട്ട്സ് ലഭിക്കും. ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ കോഡ് അടിച്ചു കൊടുത്താൽ അതിലും നിങ്ങൾക്ക് കിട്ടും. CM അക്കാഡമിയുടെ നീറ്റ് JEE ബാച്ചിലേക്കുള്ള അടുത്ത വർഷത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. എൻട്രൻസ് വാങ്ങിത്തരും, വേറെ വർത്താനൊന്നുമില്ല. Atomic size increases as we come down in a group. But in fourth group of the periodic table, zirconium and hafnium have almost similar atomic size. എപ്പോഴും ചോദിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിർക്കോണിയത്തിന് 160 പൈക്കോമീറ്ററും ഹാഫ്നിയത്തിന് 159 പൈക്കോമീറ്ററുമാണ്. അപ്പോൾ റൂള് പ്രകാരം ഹാഫ്നിയത്തിന് ഒരുപാട് കൂടേണ്ടതാണ്, പക്ഷേ ഇതിന് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതെന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഒറ്റ വാക്കിൽ ഉത്തരമുണ്ട്: ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അപ്പോൾ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ വളരെ ഫേമസ് ആണ്. എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, എന്താണ് അതിൻ്റെ കോൺസിക്വൻസ് എന്നുള്ളത് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഈ സിർക്കോണിയം ഹാഫ്നിയം കണ്ട ഒന്നും നോക്കണ്ട, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്തൊക്കെയോ ഡയലോഗ് പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടുന്ന് ക്വസ്റ്റ്യൻ: സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ 30 ഈസ് നോട്ട് എ ട്രാൻസിഷൻ എലമെൻറ്റ്. എന്തുകൊണ്ട്? എടാ, ട്രാൻസിഷൻ എലമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഡി ഓർബിറ്റലിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ 30. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 3d10 എന്നാണ് വരിക. കണ്ടോ? അപ്പോൾ ഈ 10 വന്നു കഴിഞ്ഞാൽ അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ എല്ലാ ഡി ബ്ലോക്ക് എലമെൻസും ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ല. അതിൽ 3 എക്സെപ്ഷൻ ഉണ്ട്. സിങ്ക് ഉണ്ട്, മെർക്കുറി ഉണ്ട്, കാഡ്മിയം ഉണ്ട്. ഈ 3 പേരും ഡി ബ്ലോക്ക് ആണ്, പക്ഷേ ട്രാൻസിഷൻ അല്ല. എന്തുകൊണ്ടാണ്? ട്രാൻസിഷൻ എലമെൻ്റ് ആവണമെങ്കിൽ എലമെൻറ്റ് ഷുഡ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 അൺപെയ്ഡ് ഇലക്ട്രോൺ. അപ്പോൾ അറിയാത്തവരൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളേ. കഴിഞ്ഞ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സിങ്ക് ഒരു ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്, പക്ഷേ ട്രാൻസിഷൻ എലമെൻ്റ് അല്ല. എന്തുകൊണ്ട്? വിച്ച് ഈസ് മോർ പാരാമാഗ്നറ്റിക്. Fe2+ ആണോ Fe3+ ആണോ? എടാ, Fe2+ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കാം. 26 അല്ല അറ്റോമിക് നമ്പർ. അപ്പോൾ 2ഉം 6ഉം കൂട്ടി വെക്കുക, 8. അതിൽ നിന്ന് 2 കുറക്കുക, അപ്പോൾ 6. അപ്പോൾ 3d6 എന്നാണ് അയാളുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഒരു എളുപ്പവഴിയാണ്. എങ്ങനെയാണ്? അറ്റോമിക് നമ്പറിലെ സംഖ്യകൾ കൂട്ടിയിട്ട് ചാർജ് കുറക്കുക. അപ്പോൾ 3Dയിൽ 6 ഇലക്ട്രോൺ. എങ്ങനെയാടാ 3Dയിൽ 6 ഇലക്ട്രോണിന് കൊടുക്കുക? ആരെയും വിഷമിപ്പിക്കാതെ കൊടുത്താൽ 1 2 3 4 5 6 ഇങ്ങനെ ഉണ്ടാവും. ഇനി Fe3+ ചെയ്ത് നോക്കാം. Fe3+ ആകുമ്പോൾ അറ്റോമിക് നമ്പർ 26 ആണ്. 3Dയിൽ എത്ര ഇലക്ട്രോണാണ് വരിക? 2ഉം 6ഉം 8 3 പോയാൽ 5 എന്നാണ് വരിക. സോ 5 ഇലക്ട്രോൺസിന് ആരും വിഷമിപ്പിക്കാതെ ഫില്ല് ചെയ്താൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഇതിലാരാണ് പാരാമാഗ്നറ്റിക് നേച്ചർ കൂടുതൽ? ആരാ പാരാമാഗ്നറ്റിക്? അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളവൻ. അപ്പോൾ കൂടുതൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളവൻ കൂടുതൽ പാരാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പോൾ Fe3+ ആണ് കൂടുതൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത്. ഇവിടെ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ 4 ഉള്ളൂ. അൺപെയ്ഡ് ഇലക്ട്രോണേ നോക്കേണ്ടതുള്ളൂ. വൈ ഡു ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇൻകംപ്ലീറ്റ് ഫില്ലിംഗ് ഓഫ് ഡി ഓർബിറ്റൽ എന്നാണ്. ഇൻകംപ്ലീറ്റ് ഫില്ലിംഗ് ഓഫ് ഡി ഓർബിറ്റൽ. ഓക്കെ, ഡി ഓർബിറ്റലിലെ ഇൻകംപ്ലീറ്റ് ഫില്ലിംഗ് കാരണമാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നത്. വാട്ട് ഈസ് ദി റീസൺ ഫോർ ദെയർ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി? എടാ, ഡി ബ്ലോക്ക് എലമെൻറ്റ് കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അമോണിയ ഉണ്ടാക്കുന്ന ഹേബർ പ്രോസസ്സിലെ Fe, കോണ്ടാക്ട് പ്രോസസ്സിലെ V2O5, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. അതിനെന്താ റീസൺ എന്ന് വെച്ചാൽ 3 റീസൺ ഞാൻ പറഞ്ഞുതരാം. ആ 3 എണ്ണം ഇതാ കേട്ടോ. 3 എണ്ണം. 1 കേട്ടോ, അവർക്ക് ലാർജ് സർഫസ് ഏരിയ ഉണ്ട്. 2, അവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും. 3, അവർക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഈ 3 എണ്ണം എഴുതാം. 1 മാത്രം എഴുതിയാൽ മതി എന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം. ലാർജ് സർഫസ് ഏരിയ ഉണ്ട്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ പറ്റും. 3ാമത്തത് കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2 ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഓഫ് ക്രോമിയം. ഡിസ്ക്രൈബ് ദി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ക്രോമേറ്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്നാണ്. ഡൈക്രോമേറ്റ് ഫ്രം ക്രോമൈറ്റ് ഓർ. മോനെ, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഇതിൻ്റെ സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 3 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുക. FeCr2O4 ആണ് ആര്? ഇതിൻ്റെ ക്രോമൈറ്റ് ഓർ എന്ന് പേര് പറയുന്ന ആൾ. ഇതിലേക്ക് നമ്മൾ Na2CO3 ഇടുക. അപ്പോൾ Na2CrO4 എന്ന് പറയുന്ന ആളാവും. അതിലേക്ക് നമ്മൾ H2SO4 ഒഴിക്കുക. അപ്പോൾ Na2Cr2O7 എന്ന് പറയുന്ന ആളാകും. അതിലേക്ക് KCl ഒഴിക്കുക. അപ്പോൾ K2Cr2O7 ആവും. മോനെ, ഇതാണ് നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. കുഞ്ഞുങ്ങളെ,
ഇത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തന്നാണ്. ഇതെങ്ങനെയൊക്കെ പൊലിപ്പിച്ച് പറയാൻ പറ്റുമെന്ന് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൊന്ന് പറയുന്നുണ്ട്. ആ DNF ബ്ലോക്ക് വേണമെങ്കിൽ അതൊന്ന് പോയി കാണുന്നത് വളരെ നന്നായിരിക്കും. ഗ്രാജുവൽ ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ലാന്തനോയിഡ് എലമെൻറ്റ്സ് ഫ്രം ലാന്തനം ടു ലുട്ടീഷ്യം ഈസ് നോൺ ആസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അതെ, അപ്പോൾ എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചതെങ്കിൽ പറയാനുള്ള മറുപടി ഇവർ തന്നെ പറയുന്നുണ്ട്. ഗ്രാജുവൽ ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ലാന്തനോയിഡ് എലമെൻറ്റ്സ്. അതിൻ്റെ എനി വൺ കോൺസിക്വൻസ് ആണ് ചോദ്യം. ഒന്നല്ല, രണ്ടെണ്ണം പിടിച്ചോ. ഒന്നെന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4D ആൻഡ് 5D സീരീസ് എലമെൻറ്റ്സ് ഹാവ് സിമിലർ സൈസ്, ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സൈസാണ്. 4D 5D സീരീസ് എലമെൻറ്റുകൾക്ക് ഓൾമോസ്റ്റ് സിമിലർ സൈസാണ്. നേരത്തെ പറഞ്ഞില്ലേ സിർക്കോണിയം ആൻഡ് ഹഫ്നിയം. രണ്ടാമത്തത് ലാന്തനോയിഡ് എലമെൻറ്റുകൾക്ക് സെയിം പ്രോപ്പർട്ടികളാണ്. സെയിം പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി, അവരുടെ പ്രോപ്പർട്ടി മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റുകളുടെ ഒക്കെ പ്രോപ്പർട്ടി ഏകദേശം സിമിലർ ആണ്. അതുകൊണ്ട് ദേ ആർ വെരി ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ്. അവരെ സെപ്പറേറ്റ് ചെയ്യുക എന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഈ രണ്ട് ആപ്ലിക്കേഷൻ കോൺസിക്വൻസ് ഒന്ന് ഓർത്ത് വെച്ചോളണം. ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ദി കളർ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ക്രിസ്റ്റൽ? പൊട്ടാസ്യം ഡൈക്രോമേറ്റും അതുപോലെ KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റും കളർ കാണിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഉത്തരം. നോർമലി ഒരു D ബ്ലോക്ക് എലമെൻറ്റ് കളർ കാണിക്കുന്നതിൻ്റെ റീസൺ DD ട്രാൻസിഷനാണ്. DD ട്രാൻസിഷൻ നോട്ട് ചെയ്യണേ. ഒരു എലമെൻറ്റ് D ബ്ലോക്ക് എലമെൻറ്റ് എന്തുകൊണ്ട് കളർ കാണിക്കുന്നു? ഡ്യൂ ടു DD ട്രാൻസിഷൻ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. പക്ഷേ ഈ രണ്ട് പേരെ എടുത്തു വെച്ചാൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന K2Cr2O7 KMnO4 എടുത്ത് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഡ്യൂ ടു LMCT. വായിക്കേണ്ടത് ഇങ്ങനെയാണ്, ലിഗാൻഡ് മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ. പറഞ്ഞേടാ, ലിഗാൻഡ് മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ. റൈറ്റ് എനി ടു യൂസസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. KMnO4ൻ്റെ ഏതെങ്കിലും രണ്ട് യൂസ് പറയാൻ. എടാ, ഇയാൾ നല്ല ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു യൂസ്. അത് K2Cr2O7 കുറിച്ചാണെങ്കിലും അങ്ങനെ പറയാം. ഇയാൾക്ക് I- I2 ആക്കി മാറ്റാനും S2- S ആക്കി സൾഫറാക്കി മാറ്റാനൊക്കെ ഉള്ള കഴിവുണ്ട്. അതായത് ഓക്സിഡേഷൻ നടത്താനുള്ള കഴിവുണ്ട്. ഇയാൾ സ്കിൻ ഡിസീസുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. സ്കിൻ ഡിസീസുകളിലുള്ള മെഡിസിനിൽ ഇയാളെ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ 2-3 യൂസുകൾ KMnO4ൻ്റേത് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഡൈക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. എടാ, ഡൈക്രോമേറ്റ് അയോൺ ആരാന്ന് അറിയണം. Cr2O7 2- ആണ്. ഇനി നാളെ പരീക്ഷയ്ക്ക് ക്രോമേറ്റ് അയോണാ ചോദ്യം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് CrO4- ആണ്. CrO4 2- ആണ്. ഇത് രണ്ടും വരയ്ക്കണം, ഞാൻ സഹായിക്കാം. എടാ, ഇതിമെന്ന് തുടങ്ങാം. ഇതാണ് ക്രോമേറ്റ് അയോൺ. എത്ര ക്രോമിയം ഉണ്ട്? 1. എത്ര ഓക്സിജൻ ഉണ്ട്? 4. അപ്പോൾ 4 ഓക്സിജൻ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഞാൻ പറയണേ കേൾക്കണേ, എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട്? 2. അപ്പോൾ ഏതെങ്കിലും 2 ഓക്സിജന് നെഗറ്റീവ് ചാർജ് ഇട്ട് കൊടുക്കുക. ഓക്കെ, നെഗറ്റീവ് ചാർജുള്ള ഓക്സിജനിലേക്ക് സിംഗിൾ ബോണ്ട് മതി. അല്ലാത്ത ഓക്സിജനൊക്കെ ഡബിൾ ബോണ്ട് ആക്കുക. അപ്പോൾ ഇത് ഡബിൾ ബോണ്ട്, ഇത് ഡബിൾ ബോണ്ട്. പരിപാടി കഴിഞ്ഞു എന്ന പോലെയാണ് വിചാരിച്ചോ. Cr2O7. അപ്പോൾ ക്രോമിയം. എടാ, O7 ഒരു ഓഡ് നമ്പർ അല്ലേ? ഓഡ് നമ്പർ ആകുമ്പോൾ ഓക്സിജനെ ഈക്വലായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഓക്സിജൻ എന്തായാലും ഇവർക്ക് ഇടയിലുണ്ടാവും. ആ കളി മനസ്സിലായില്ലേ? O7 ഓഡ് നമ്പറാണ്. അപ്പോൾ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ഓക്സിജൻ അവരുടെ ഇടയിലുണ്ടാവും. ബാക്കി 6 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ബാക്കി 6 ഓക്സിജൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇവിടെ ഒരു ഓക്സിജൻ. എന്നിട്ട് എത്ര നെഗറ്റീവ് ചാർജ്? 2. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ, ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ ഇട്ട് കൊടുക്കുക. നെഗറ്റീവ് ചാർജുള്ള ഓക്സിജന് സിംഗിൾ ബോണ്ട് മതി. അല്ലാത്തവർക്കൊക്കെ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡൈക്രോമേറ്റിൻ്റെയും സ്ട്രക്ചർ കിട്ടി. അപ്പോൾ സിമ്പിളായിട്ട് സ്ട്രക്ചറുകളൊക്കെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. 14 എലമെൻറ്റ്സ് ഫോളോയിങ് ലെന്താനം ആർ കോൾഡ് ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ് മുതലുള്ള 14 എലമെൻറ്റുകളുടെ പേരാണ് ലാന്തനോയിഡ്. ലെന്താനം മുതലുള്ള. വാട്ട് ഈസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? അത് ഞാൻ നേരത്തെ പറഞ്ഞു. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താണ്? ഗീവ് റീസൺ ഫോർ ഇറ്റ്. അതിൻ്റെ റീസൺ എന്താണ് ഞാൻ പറഞ്ഞുതരാം. എന്താ അറിയോ? ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പഠിച്ച് 2 വാക്കാണ് അതിൽ പഠിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ നടക്കുന്നത്? എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രാജുവൽ ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ലാന്തനോയിഡ് എലമെൻറ്റ്സ്. എന്തുകൊണ്ടാണ് നടക്കണതെന്ന് അറിയോ? ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ആ ഒരു വാക്ക് പഠിക്ക്. ഡ്യൂ ടു, അടുത്ത വാക്ക് പഠിക്ക്, പുവർ സ്ക്രീനിങ് ഓഫ് എഫ് ഇലക്ട്രോൺസ്. സാറേ, അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ. നാളെ പരീക്ഷ കഴിഞ്ഞിട്ട് ഒഴിഞ്ഞു വാ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എടാ മോനെ, അപ്പോൾ എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ റീസൺ എന്ന് ചോദിച്ചാൽ ഈ 2 വാക്കിലും മസ്റ്റാണ്. ഡ്യൂ ടു ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്,
ഡ്യൂ ടു പുവർ സ്ക്രീനിങ് ഓഫ് എഫ് ഇലക്ട്രോൺസ്. KMnO4 is a purple colored crystal. അതെ, ആൻഡ് ഇറ്റ് ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഹൗ വിൽ യു പ്രിപ്പയർ KMnO4 ഫ്രം MnO2? KMnO4നെ MnO2-ൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നോക്കിക്കോടാ. എടാ MnO2 ഇല്ലേ, MnO2 അത് KOH-ഉമായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ K2MnO4 എന്ന് പറയുന്ന ഒരാളെ കിട്ടും. അത് പൊട്ടാസ്യം മാംഗനേറ്റ് എന്നാണ് അവൻ്റെ പേര്. എന്താ പേര്? പൊട്ടാസ്യം മാംഗനേറ്റ്. ഇനി അതിനെ ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ നടത്തണം. ഓക്സിഡേഷൻ ഇങ്ങനെ 2 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുക. ഞാൻ പറഞ്ഞു DNF-ൻ്റെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാനത് പറയുന്നുണ്ട്. അപ്പോൾ K2MnO4 ആകും. KMnO4 ആകും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആകും. അപ്പോൾ ആദ്യം പൊട്ടാസ്യം മാംഗനേറ്റ്, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് നോട്ട് ഷോൺ ബൈ മാംഗനീസ്? മാംഗനീസിന് +2 മുതൽ +7 വരെയുള്ള എല്ലാ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഉണ്ട്. അപ്പോൾ ഇല്ലാത്തത് ഏതാ? +1. ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മാംഗനീസ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെയാണ് ലാർജ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് എന്നാണ് ആൻസർ. പൊട്ടാസ്യം പെർമാംഗനീസ് സ്ട്രോങ് ഓക്സിഡൈസിങ് ആൻഡ് റൈറ്റ് ഓക്സിഡൈസിങ് റിയാക്ഷൻസ് ഞാൻ നേരത്തെ I-S-ൻ്റെ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ആർ ജനറലി കളേർഡ്. എന്തുകൊണ്ട്? DD ട്രാൻസിഷൻ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിനുള്ള കാരണം എന്ത്? ഇപ്പം ഞാൻ പറഞ്ഞു. എന്താ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിനുള്ള കാരണം? ഡ്യൂ ടു പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. ലാർജ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതിയോ സാറേ എന്നുള്ള ചോദ്യം മാറ്റിയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻ എങ്കിലും പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.